പ്രിയമുള്ളവരെ, കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിങ്, ഈ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ 3 എലമെൻറ്റ്സ് ആണ് ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ പാഠഭാഗത്ത് സ്റ്റാഫിംഗ് പ്രോസസ്സിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ കണ്ടു. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലെ പ്രധാനപ്പെട്ട 8 സ്റ്റെപ്സ്, നടപടിക്രമങ്ങൾ നമ്മൾ വിശദമായിട്ട് കണ്ടു. അതിൽ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സാണ് തുടർന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് നമുക്ക് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചും അതിനുശേഷം സെലക്ഷനെക്കുറിച്ചും ദെൻ അവസാനമായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ 3 പ്രധാനപ്പെട്ട സ്റ്റാഫിംഗ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ദ മേജർ 3 എലമെൻറ്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ആർ, or the 3 important aspects dealing in staffing are recruitment, selection and also training. Today we shall discuss in detail about recruitment, especially about the internal source of recruitment. So about recruitment, we all know recruitment means searching for prospective employees and stimulating them to apply for the jobs. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് റിക്രൂട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. റിക്രൂട്ട്മെൻറ്റ് മീൻസ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, നമുക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ അന്വേഷിക്കുകയാണ്. വിവിധ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ തേടുകയാണ്. അവരെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് ഓൾസോ സ്റ്റിമുലേറ്റിംഗ് ദം, അവരെ പ്രേരിപ്പിക്കുന്നു എന്തിനു വേണ്ടി? ടു അപ്ലൈ ഫോർ ദ ജോബ്സ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഏത് തസ്തികയിലാണ് ഒഴിവുള്ളത്, ആ തസ്തികയിലേക്ക് നമുക്ക് ഉദ്യോഗാർത്ഥികളെ അപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് റിക്രൂട്ട്മെൻറ്റ്. The process of recruitment proceeds the process of selection of right candidate for the given position in the organization. We all know the process of recruitment proceeds the process of selection of a right candidate for the given position in the organization. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കണം. കൂടുതൽ ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക്, ആ പോസ്റ്റിലേക്ക് അപേക്ഷ നൽകിയെങ്കിൽ മാത്രമേ സെലക്ഷന് വേണ്ടി നമുക്ക് കൂടുതൽ ചോയ്സ് ലഭിക്കുകയുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സെലക്ഷൻ നന്നായിട്ട് നടത്തണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കണം. Recruitment seeks to attract suitable applicants to apply for available jobs. നമ്മുടെ സ്ഥാപനത്തിൽ ഒഴിവുള്ള ആ ജോബുകളിലേക്ക് ഒരുപാട് ആപ്ലിക്കൻസിനെ ലഭിക്കുക, കൂടുതൽ ആപ്ലിക്കൻസ് അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിൽ ലക്ഷ്യമെന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്? റിക്രൂട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് വി ഷുഡ് ഐഡൻറ്റിഫൈ the different sources of labor supply available to the business. നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നടത്താൻ കഴിയും, ലേബർ സപ്ലൈയുടെ ഡിഫറെൻറ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇൻ റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ്ലി വി ഷുഡ് ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലേബർ സപ്ലൈ. നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ ലഭിക്കും, അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് സെക്കൻഡ്ലി അസസ്മെൻറ്റ് ഓഫ് ദർ വാലിഡിറ്റി. ഏതൊക്കെ സോഴ്സസ് കൂടുതൽ റിലയബിൾ ആണെന്ന് നോക്കണം. എല്ലാ സോഴ്സസും ചിലപ്പോൾ എന്താണ് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല നമുക്ക്. അപ്പോൾ ചിലപ്പോൾ ചില പ്ലേസ്മെൻറ്റ് ഏജൻസി ഏൽപ്പിച്ചാൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് സോഴ്സസ്, അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ വിശ്വാസയോഗ്യത നമ്മൾ ഉറപ്പാക്കണം.
സോ അസസ്മെൻറ്റ് ഓഫ് ദർ വാലിഡിറ്റി, ആ ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വാലിഡിറ്റി പരിശോധിക്കലാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ്ലി ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സോഴ്സ് ഓർ സോഴ്സസ്. അപ്പോൾ ഏതാണോ ഏറ്റവും പറ്റിയ സോഴ്സ് അത് നമുക്ക് മേക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഒന്നിലധികം സോഴ്സുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ സോഴ്സസ് അല്ലെങ്കിൽ സോഴ്സുകൾ ചൂസ് ചെയ്യലാണ് മൂന്നാമതായിട്ട് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ്ലി ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫ്രം ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്ന ഘട്ടമാണ് റിക്രൂട്ട്മെൻറ്റ് അവസാന ഘട്ടം. അപ്പോൾ ഈ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ റിക്രൂട്ട്മെൻറ്റ് പുരോഗമിക്കുന്നു. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എപ്പോൾ അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കാൻഡിഡേറ്റ്സിൽ നിന്ന് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്ന സമയത്താണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കുന്നത്. എന്നാൽ നമുക്കറിയാം എപ്പോൾ സെലക്ഷൻ ആരംഭിക്കുന്നു അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുന്നു എന്നേ നമുക്ക് പറയാൻ പ്രായോഗികമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. സെലക്ഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന സ്ഥലത്ത് റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. സോ ദർ ആർ ടു മേജർ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എല്ലാ സ്ഥാപനങ്ങൾക്കും സാധാരണഗതിയിൽ രണ്ട് തരം സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണുള്ളത്. ന്യൂലി സ്റ്റാർട്ടഡ് കമ്പനികളാകുമ്പോൾ ദർ ഈസ് ഓൺലി എക്സ്റ്റേണൽ സോഴ്സസ്. എന്നാൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ ദർ ആർ ടു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അവൈലബിൾ ടു ദം. ദേ ആർ ദ ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ സോഴ്സസ്. സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്താം. അത് ഓൾറെഡി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫേം ആണെങ്കിൽ മാത്രമേ ഇൻറ്റേർണൽ സോഴ്സ് ലഭ്യമായിട്ടുള്ളൂ. ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ആണെങ്കിൽ അവർക്ക് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ഇല്ല, അതുകൊണ്ട് എന്താണ് ഇൻറ്റേർണൽ സോഴ്സ് ലഭ്യമായിരിക്കില്ല. അവർക്ക് എക്സ്റ്റേണൽ സോഴ്സുകളിൽ നിന്നാണ് അവിടെ വേണ്ട സ്റ്റാഫിനെ ലഭിക്കുകയുള്ളൂ. സോ ബ്രോഡ്ലി സ്പീക്കിംഗ് ദർ ആർ ടു സോഴ്സസ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. ദേ ആർ ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ആഭ്യന്തര ഉറവിടവും അതോടൊപ്പം തന്നെ ബാഹ്യ ഉറവിടവും. അപ്പോൾ ആഭ്യന്തര ഉറവിടങ്ങളിലൂടെ ജീവനക്കാരെ കണ്ടെത്താം, അതോടൊപ്പം തന്നെ ബാഹ്യ ഉറവിടങ്ങൾ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. സോ ദർ ആർ ടു സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ദേ ആർ ഇൻറ്റേർണൽ സോഴ്സസ്, ആഭ്യന്തര ഉറവിടങ്ങൾ, ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ സോഴ്സസ്, ബാഹ്യ ഉറവിടങ്ങൾ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് മീൻസ് ഹയറിംഗ് പീപ്പിൾ ഫ്രം വിതിൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒഴിവുള്ള പോസ്റ്റുകളിലേക്ക് വേണ്ട ജീവനക്കാരെ കണ്ടെത്തുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സ് സീക്കുക എന്ന് പറയുന്നത്. ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് മീൻസ് ഹയറിംഗ് പീപ്പിൾ. വി ആർ ഹയറിംഗ് പീപ്പിൾ from within the organization. That is, seeking applicants for the job positions from those who are currently employed in the firm. സ്ഥാപനത്തിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ എന്താണ് പുതിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുക. പ്രധാനമായിട്ട് നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ് ഇൻറ്റേർണൽ സോഴ്സിൽ നടക്കുന്നത് അവിടെ ട്രാൻസ്ഫർ മുഖാന്തരമോ പ്രമോഷൻ മുഖാന്തരമോ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ സ്ഥാപനത്തിന് വെളിയിലുള്ള മുൻ ജീവനക്കാരെ തിരിച്ചു വിളിക്കുന്നതോ ആവാം. സോ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ് ഈസ് ഡൺ ടു ഫിൽ അപ്പ് വേക്കൻസീസ് ത്രൂ പ്രൊമോഷൻ, റീഹയറിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് എംപ്ലോയീസ് വിതിൻ ദ കമ്പനി. അപ്പോൾ അവിടെ മൂന്ന് തരത്തിലാവാം. ഒന്നുകിൽ എന്താണ് നിലവിലുള്ള ജീവനക്കാർക്ക് ഒരു ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കാം, അല്ലെങ്കിൽ റീഹയറിംഗ് ആവാം. റീഹയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബിസിനസ് ഡള്ളാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ജീവനക്കാരെ എന്താണ് ജോലിയിൽ നിന്നും ഒഴിവാക്കും. അത്തരം ജീവനക്കാരെ പിന്നീട് സ്ഥാപനത്തിലേക്ക് ഒഴിവ് വരുമ്പോൾ തിരിച്ചു വിളിക്കാറുണ്ട്. അപ്പോൾ അതാണ് റീഹയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിട്രെഞ്ച്മെൻറ്റ് ഓഫ് ലെയ്ഡ് ഓഫ് എംപ്ലോയീസ് ആണ്. നമ്മൾ ലെയ്ഡ് ഓഫ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയ അല്ലെങ്കിൽ നമ്മൾ ജോലി കുറഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ ബിസിനസ് ആക്ടിവിറ്റീസ് കുറഞ്ഞപ്പോൾ നമ്മൾ ലേ ഓഫ് ചെയ്തിട്ടുണ്ടാവും കുറേ ജീവനക്കാരെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ടാവാം. പിന്നീട് ബിസിനസ്സൊക്കെ വർദ്ധിച്ചപ്പോൾ എന്താണ് ആ എംപ്ലോയീസിനെ തിരിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അതാണ് റീഹയറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിട്രെഞ്ച്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ റീകോളിംഗ് ദ ലെയ്ഡ് ഓഫ് എംപ്ലോയീസ്. ലെയ്ഡ് ഓഫ് ചെയ്ത എംപ്ലോയീസിനെ തിരിച്ചു വിളിക്കലാവാം.
എന്നാൽ അത് അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ. ആൻഡ് ട്രാൻസ്ഫറിങ് എംപ്ലോയീസ്, അവിടെ ട്രാൻസ്ഫറിലൂടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിലെ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ പ്രധാനമായിട്ടും ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് പ്രൊമോഷൻ വഴിയും ട്രാൻസ്ഫർ വഴിയുമാണ്. റീഹയറിങ് വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കോമൺലി സ്പീക്കിംഗ് there are two major sources of internal recruitment. They are promotion and transfer. Then the first one is, we know, transfer, shifting an employee from one job to another. ആ സ്ഥാപനത്തിൽ തന്നെ സമാന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ അവിടെ മറ്റൊരു ബ്രാഞ്ചിലേക്കോ അതുമല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിലേക്കോ മറ്റൊരു ഡിവിഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സെക്ഷനിലേക്കോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ മാറ്റി നിയമിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ സെയിം ജോബ് പൊസിഷനിലായിരിക്കും അയാളെ മാറ്റി നിയമിക്കുന്നത്. എന്തൊക്കെയാണ് ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകതകൾ? മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ്ഫർ. ഫസ്റ്റ്ലി, ദർ ഈസ് ഓൺലി സ്ലൈറ്റ് ചേഞ്ച് ഇൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. കാരണം സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ സെയിം പൊസിഷനിലുള്ള സെയിം റാങ്കിലുള്ള ഒരു പോസ്റ്റിലേക്ക് തന്നെയായിരിക്കും അവിടെ നിയമനം ലഭിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ആൻഡ് യൂഷ്വലി ദർ ഈസ് നോ ചേഞ്ച് ഇൻ സാലറി. സാലറിയിലും കാര്യമായിട്ടുള്ള വ്യതിയാനം ഉണ്ടാവില്ല. ആൻഡ് എക്സസ് എംപ്ലോയീസ് ക്യാൻ ബി മൂവ്ഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇതാണ് ട്രാൻസ്ഫറിൻ്റെ ഒരു ഗുണം. ഇവിടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും സെക്ഷനിൽ എക്സസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഡിപ്ലോയ് ചെയ്യിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ട്രാൻസ്ഫർ. എക്സസ് എംപ്ലോയീസ് ക്യാൻ ബി മൂവ്ഡ് ടു ദ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ യൂണിറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അവിടെ സ്ഥാനക്കയറ്റമല്ല നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇറ്റ് ഈസ് ഓൺലി എ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. തിരശ്ചീന ലെവലിൽ, അത് ഒരേ റാങ്കിലുള്ള മാറ്റി നിയമനമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്കെന്ന് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. തിരശ്ചീനമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ്. റാങ്കിൽ അല്ലെങ്കിൽ അവിടെ ആ ജോബ് പൊസിഷനിൽ കാര്യമായ മാറ്റം വരുന്നില്ല. ആൻഡ് ജോബ് റൊട്ടേഷൻ ഈസ് പോസിബിൾ ടു ലേൺ ഡിഫറെൻറ്റ് ജോബ്സ്. ഇവിടെ ജോബ് റൊട്ടേഷൻ ഉപയോഗിക്കാൻ കഴിയും ട്രാൻസ്ഫറിലൂടെ. വിവിധ തസ്തിക, അതായത് ഒരേ റാങ്കിലുള്ള സമാന റാങ്കിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ അറിയാനും പഠിക്കാനും എന്താണ് ഇതൊരു ട്രെയിനിങ് എന്ന നിലയിൽ ജോബ് റൊട്ടേഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ട്രെയിനിങ് മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ജോബ് റൊട്ടേഷൻ. ബാങ്കിങ് സ്ഥാപനങ്ങളിലൊക്കെ ജോബ് റൊട്ടേഷനിലൂടെ ആണ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം കൊടുക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റി മാറ്റി നിയമിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ അതിലൂടെ ജോബ് റൊട്ടേഷനിലൂടെ ജോബ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാങ്കുകളിലാണെങ്കിൽ ഇപ്പോൾ ഒരു 3 മാസക്കാലം അവിടെ ലോൺ സെക്ഷനിലായിരുന്നുവെങ്കിൽ ദെൻ തുടർന്നുള്ളൊരു 3 മാസമാണെങ്കിൽ അയാളെ ക്യാഷ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെ മാറി മാറി വിവിധ ജോബുകൾ അല്ലെങ്കിൽ ജോലികൾ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ജോബ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും ഇതിലൂടെ. ആൻഡ് ഇറ്റ് ഡു നോട്ട് ഇൻക്രീസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അവിടെ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. സ്ഥാപനത്തിൽ നിലവിലുള്ള ജീവനക്കാരെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലേക്കോ മറ്റൊരു ഡിവിഷനിലേക്കോ മറ്റൊരു യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ മാറ്റി നിയമിക്കുന്നതേ ഉള്ളൂ. ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ്ഫർ. ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് ട്രാൻസ്ഫർ. Then next about promotion. Yet another internal source of recruitment is promotion. ജോലിക്കയറ്റം നൽകുക, സ്ഥാനക്കയറ്റം നൽകുക. ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം എ ലോവർ പൊസിഷൻ ടു എ ഹയർ പൊസിഷൻ. അപ്പോൾ ഒരു താഴ്ന്ന തസ്തികയിൽ നിന്നും ഉയർന്ന തസ്തികയിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകുന്നത്. ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം എ ലോവർ പൊസിഷൻ ടു ദ ഹയർ പൊസിഷൻ. എന്തൊക്കെയാണ് പ്രൊമോഷൻ്റെ പ്രത്യേകതകൾ? വി നോ ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ്. ട്രാൻസ്ഫർ പോലെ തന്നെയാണ്, പുതിയ ജീവനക്കാർ ഇവിടെ വരുന്നില്ല. നിലവിലുള്ള സ്ഥാപനത്തിൽ നിലവിലുള്ള ജീവനക്കാർക്കാണ് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൺലി എ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ്, ദറ്റ് ഈസ് ലോവർ ലെവൽ ടു ഹയർ ലെവൽ. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ആണ്. എന്നാൽ ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ഒരു താഴ്ന്ന തസ്തികയിൽ നിന്നും ഉയർന്ന തസ്തികയിലേക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്.
So it is vertical shifting. Employees are shifted from a lower position to a higher position. And it actually motivates the employees. അല്ലേ? പ്രൊമോഷൻ തീർച്ചയായിട്ടും എന്താണ്? ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ജീവനക്കാരും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ ജോലിക്കയറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ സാലറി ഓർ റെമ്യൂണറേഷൻ ഓർ വേജസ് ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. ഇവിടെ കൂടുതൽ വേതനം ലഭിക്കാൻ അതിലൂടെ സാധ്യമാണ്. കൂടുതൽ വേതനം ജീവനക്കാർക്ക് ലഭിക്കുന്നു. അപ്പോൾ പ്രൊമോഷനിലൂടെ ഹയർ ഏണിങ്സ് അല്ലെങ്കിൽ ഹയർ വേജസ് അല്ലെങ്കിൽ മറ്റ് ഇൻസെൻറ്റീവ്സ് ജീവനക്കാർക്ക് ലഭിക്കുന്നു. ദീസ് ഓൾ ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൊമോഷൻ. അപ്പോൾ പ്രധാനമായിട്ടും ട്രാൻസ്ഫറും പ്രൊമോഷനുമാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് ഉപയോഗിക്കാറുള്ളത്. റീഹയറിംഗ് ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ റിട്രെഞ്ച്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ റീകോളിംഗ് ഓഫ് ലെയ്ഡ് ഓഫ് എംപ്ലോയീസ് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് പ്രൊമോഷനും ട്രാൻസ്ഫറും. ഇത്തരം ഇൻറ്റേർണൽ സോഴ്സിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്? പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൂടെയുള്ള മേന്മകൾ എന്തൊക്കെയാണ് സ്ഥാപനത്തിന്? ഫസ്റ്റ്ലി, ഇറ്റ് ഇൻക്രീസസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി അമംഗ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. നിലവിലുള്ള ജീവനക്കാരിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വ ബോധം ഇത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് അനുകൂലമായ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ തങ്ങൾക്ക് വീടിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും എന്താണ് അവരിൽ ജോലിയിൽ തുടരാൻ, ആ സ്ഥാപനത്തിൽ തന്നെ നിലവിലുള്ള തസ്തികയിൽ തുടരാനുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സുരക്ഷിത ബോധം തീർച്ചയായിട്ടും ജീവനക്കാർക്ക് നൽകുന്നതിൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റുകൾ സഹായിക്കുന്നുണ്ട്. കാരണം ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നതെങ്കിൽ, അവിടെ പുറമേ നിന്ന് അധികം ജീവനക്കാരെ നിയമിക്കുന്നില്ല എങ്കിൽ നിലവിലുള്ള ജീവനക്കാർക്ക് എന്താണ് അതൊരു സുരക്ഷിതത്വ ബോധം പ്രദാനം ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ്ലി, ദർ ഈസ് ലോയൽറ്റി അമംഗ് ദ എംപ്ലോയീസ്. ജീവനക്കാർ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകാൻ, കൂടുതൽ കൂറും വിശ്വസ്തയും സ്ഥാപനത്തോടുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് പ്രൊമോഷൻ അവന്യൂസ് ഉണ്ട്, തങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും സ്ഥാപനത്തോട് കൂടുതൽ കൂറും വിശ്വസ്തയും ഉണ്ടാകാനും ഹാർഡ് വർക്ക് ചെയ്യാനും തങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഫേർട്ട് സ്ഥാപനത്തിന് വേണ്ടി നൽകാനും ജീവനക്കാരെ അത് പ്രേരിപ്പിക്കും. സോ ഇറ്റ് ഇൻക്രീസസ് ദ ലോയൽറ്റി അമംഗ് ദ എംപ്ലോയീസ്. ജീവനക്കാരിൽ വിശ്വാസ്യത വളർത്താൻ വേണ്ടിയിട്ട് കൂറും വിശ്വസ്തയും സ്ഥാപനത്തിലോട്ട് ഉണ്ടാകാൻ ഇത് ഏറെ സഹായിക്കുന്നുണ്ട്. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ്. സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ വീടിനടുത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ, ഇത്തരത്തിലൊക്കെ ജീവനക്കാർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ അത് ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. സോ ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ്. ചൂസിങ് ദ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് റിയലി മോട്ടിവേറ്റ്സ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ആൻഡ് ഫോർത്തിലി, ഇറ്റ് ഈസ് മോർ ഇക്കണോമിക്കൽ. ചെലവ് കുറഞ്ഞ മാർഗമാണ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ പേരെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് സെലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് ചെലവുള്ള ഒരു കാര്യമാണ്. എക്സ്റ്റേണൽ സോഴ്സസ് ആർ മോർ കോസ്റ്റ്ലി, കൂടുതൽ ചെലവുള്ള കാര്യമാണ്. എന്നാൽ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ്. സോ ഇറ്റ് ഈസ് ഇക്കണോമിക്കൽ. ദെൻ ഫിഫ്തിലി, ദർ ഈസ് കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. കാരണം സ്ഥാപനത്തിൽ തന്നെ ജീവനക്കാർ പുതിയ തസ്തികയിലേക്ക് അല്ലെങ്കിൽ അവിടെ ബിസിനസ്സിൽ തുടരുകയാണ്. അതുകൊണ്ട് അവർക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. ഫർദർ ട്രെയിനിങ് ആവശ്യമില്ല അവർക്ക്. അപ്പോൾ അവിടെ ഒരു എംപ്ലോയ്മെന്റിൽ ഒരു കണ്ടിന്യൂറ്റി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്റേണൽ സോഴ്സുകൾ കൂടുതൽ പ്രയോജനപ്രദമാണ്. കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ലഭിക്കുന്നു അതിലൂടെ. ദെൻ അഗൈൻ ബെറ്റർ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്. എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ഇന്റേണൽ സോഴ്സുകൾ സഹായിക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകൾ സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പുറമേ നിന്ന് ആൾക്കാരെ എടുക്കുന്നതിന് പകരം നിലവിലുള്ള ജീവനക്കാർക്ക് തന്നെ പ്രൊമോഷൻ അവസരങ്ങൾ നൽകുമ്പോൾ അത് എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് മാനേജ്മെന്റും ജീവനക്കാരും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും അല്ലെങ്കിൽ അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. Then surplus and shortage can be rectified. ഇന്റേണൽ സോഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കറിയാം ഓവർ സ്റ്റാഫിങ്ങോ അണ്ടർ സ്റ്റാഫിങ്ങോ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ സ്റ്റാഫുള്ള അല്ലെങ്കിൽ എക്സസ് സ്റ്റാഫുള്ള സ്ഥലങ്ങളിൽ നിന്നും ഷോർട്ടേജ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ മാറ്റി നിയമിക്കാനും, അല്ലെങ്കിൽ എക്സസ് സ്റ്റാഫുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ചു പേർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ജീവനക്കാർക്ക് ഷോർട്ടേജ് ഉള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ വേക്കന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഫിൽ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ടു റെക്ടിഫൈ ദ സർപ്ലസ് ഓർ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ്. അപ്പൊ അധിക സ്റ്റാഫ് ഇല്ലാതെ തന്നെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അധിക സ്റ്റാഫ് ഉള്ളിടത്തു നിന്നും കുറെ സ്റ്റാഫിനെ സ്റ്റാഫ് കുറഞ്ഞ യൂണിറ്റിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ ഓവർ സ്റ്റാഫിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും ഒക്കെ പരിഹരിക്കാൻ ഇന്റേണൽ സോഴ്സുകൾ സഹായിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഓൾസോ എ ടൂൾ ഫോർ ട്രെയിനിങ് ഫോർ ഫ്യൂച്ചർ മാനേജേഴ്സ്. ഫ്യൂച്ചർ മാനേജേഴ്സ് വളർത്താനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാം. പ്രൊമോഷൻ കൊടുക്കുന്നതൊക്കെ ഫ്യൂച്ചർ മാനേജേഴ്സിനെ വളർത്താനുള്ള ഒരു ട്രെയിനിങ്ങിനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ അത് സാധിക്കും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്നാൽ ഇന്റേണൽ സോഴ്സിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. വാട്ട് ആർ ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? Disadvantages of internal source of recruitment. Firstly, preventing capable persons from outside. കഴിവുള്ള വ്യക്തികൾ ധാരാളം പുറത്തു നിൽക്കുന്നു. അവിടെ പ്രൊമോഷനോ അല്ലെ ട്രാൻസ്ഫറിലൂടെ ജീവനക്കാരെ കണ്ടെത്തുന്നതിലൂടെ കഴിവുറ്റ ആൾക്കാർ സ്ഥാപനത്തിലേക്ക് വരുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇറ്റ് പ്രിവെന്റ്സ് ദ ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് എന്ന് പറയുന്നത്. നോ ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് ടു ദ ഓർഗനൈസേഷൻ. പുതു രക്തസ്ഥാപനത്തിലേക്ക് വരുന്നില്ല. പുറമേയുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള കഴിവുറ്റ സ്ഥാപനത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള പുറമേ നിന്നുള്ള കഴിവുറ്റവരെ നമ്മൾ ഒഴിവാക്കുന്നു. സോ പ്രിവെന്റിങ് കേപ്പബിൾ പേഴ്സൺസ് ഫ്രം ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പരിമിതി. ദെൻ സെക്കൻഡ്ലി, എംപ്ലോയീസ് ബിക്കം ലിതർജിക്. നിലവിലുള്ള ജീവനക്കാര് മടിയന്മാരാവാനുള്ള ചാൻസുകൾ അല്ലെങ്കിൽ അവിടെ ലേസി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. Employees become lazy due to the time-bound promotions. സീനിയേഴ്സിന് പ്രൊമോഷൻ കൊടുക്കുന്നു. ടൈം ബൗണ്ട് ആയിട്ട് മാത്രം അല്ലെങ്കിൽ സീനിയോറിറ്റി മാത്രം പരിഗണിച്ച് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ പലപ്പോഴും ജീവനക്കാരിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവില്ല. ആൻഡ് തേർഡ്ലി, ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് മേ ബി ഇൻ ദ ഓർഗനൈസേഷൻ. ക്വാളിഫൈഡ് ഹാൻഡ്സ് മേ നോട്ട് ബി അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. നമുക്ക് ആവശ്യത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റാതെ വരും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. അപ്പൊ ഇവിടെ ചോയ്സ് വളരെ കുറവാണ്. എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സ് ലഭ്യമാണ്, ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളവരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. എന്നാൽ ഇന്റേണൽ സോഴ്സ് മേക്ക് യൂസ് ചെയ്താൽ അവിടെ ലിമിറ്റഡ് ചോയ്സേ ഉള്ളൂ. ക്വാളിഫൈഡ് ഹാൻഡ്സ് ലിമിറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് ഉള്ളവരിലെ മികവുറ്റവരെ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. Then fourthly speaking, there is no spirit of competition. അവിടെ സ്ഥാപനത്തിനുള്ളിലുള്ള ജീവനക്കാർ തന്നെയാണ്. അപ്പം അവിടെ പലപ്പോഴും ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ കോമ്പറ്റീഷൻ പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ജീവനക്കാരുടെ കഠിനാധ്വാനത്തെ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനെ അത് ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം. അപ്പൊ ജീവനക്കാർക്കിടയ്ക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവണം. ആ ഹെൽത്തി കോമ്പറ്റീഷന് ചിലപ്പോൾ ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ് തടസ്സമാകുന്നുണ്ട്. Then fifthly, not suitable for the post required innovation. പുതുമകൾ ആവശ്യമുള്ള അല്ലെങ്കിൽ പുതിയ ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും വേണ്ട ഉയർന്ന തസ്തികയിലേക്ക് ഇന്റേണൽ സോഴ്സിലൂടെ ജീവനക്കാരെ കണ്ടെത്തുന്ന അത്ര സ്യൂട്ടബിൾ അല്ല. ഇന്നോവേഷൻ പ്രത്യേകിച്ചും വേണ്ട, പുതുമകൾ വേണ്ട അല്ലെങ്കിൽ പുതിയതരം തസ്തികയിലേക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യേണ്ട ആ പുതിയ പോസ്റ്റുകളിലേക്ക് പലപ്പോഴും സ്യൂട്ടബിൾ അല്ല ഇന്റേണൽ സോഴ്സുകൾ. പലപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്റേണലിൽ ലഭ്യമായിരിക്കില്ല. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ പോസ്റ്റ് റിക്വയറിംഗ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ വേണ്ട പോസ്റ്റുകളിലേക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. ദെൻ there may be chances of favoritism and partiality. പ്രൊമോഷൻ അല്ലെ ട്രാൻസ്ഫർ ഒക്കെ പലപ്പോഴും മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് തന്റെ ഇഷ്ടക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാകും. അപ്പൊ അവിടെ സ്വജനപക്ഷപാതവും പാർഷ്യാലിറ്റിയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ്. കാരണം നിലവിലുള്ള ജീവനക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മാനേജ്മെന്റിന് താല്പര്യമുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, അവിടെ ഫേവറേറ്റിസം പാർഷ്യാലിറ്റി ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി,
there may be reduction in productivity. Due to frequent transfers and unscientific promotion, result in low productivity. അടിക്കടി ജീവനക്കാരെ മാറ്റുക, ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ജീവനക്കാരെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി നിയമിക്കുക, അത് പലപ്പോഴും വർക്കിനെ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും, സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ അത് തടസ്സപ്പെടുത്തിയേക്കാം. സോ ഫ്രീക്വന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറുകളും അൺസയന്റിഫിക് ആയിട്ടുള്ള പ്രൊമോഷനും പലപ്പോഴും പ്രൊഡക്ടിവിറ്റിയെ തടസ്സപ്പെടുത്താറുണ്ട്. സോ ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് എക്സ്റ്റേണൽ സോഴ്സ് ആണ് കൂടുതലും പല സ്ഥാപനങ്ങളും റിക്രൂട്ട്മെന്റിന് വേണ്ടി മേക്ക് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് വിശദമായിട്ട് കാണുന്നത്. സോ ടുഡേ we discussed in detail about the various internal sources of recruitment, its advantages and also disadvantages. That is the end of this topic, internal source of recruitment. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. Thank you all. Thank you for watching this video.